ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തന്നെ 1-2 യൂണിറ്റുകളിലെ ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി നമ്മൾ പറയാനുണ്ടായിരുന്നു. ഫസ്റ്റ് ബ്ലോക്ക് തീർന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന 2 യൂണിറ്റുകളിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. പല സബ്ജക്റ്റുകളുടെ നോട്ട്സും അസൈൻമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അതിൽ തരാൻ നിൽക്കുക കേട്ടോ. അത് നിങ്ങൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ സമയം കളയണ്ട. അപ്പോൾ നമ്മളിനി ഇതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണ്. അല്പം ഭാഷാ വിചാരം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫസർ K ഗോപാലകൃഷ്ണൻ്റെ ഒരു ലേഖനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രൊഫസർ K ഗോപാലകൃഷ്ണനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക എന്നതാണ്. ആൻസർ പ്രൊഫസർ K ഗോപാലകൃഷ്ണൻ്റെ തൂലികാനാമം KG ചെത്തല്ലൂർ എന്നാണ്. അധ്യാപകൻ, കേരള സാഹിത്യ സമിതിയുടെ ജനറൽ സെക്രട്ടറി, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, അതുപോലെ കവന കൗമുദി മാസികയുടെ മാനേജിംഗ് എഡിറ്റർ എന്നീ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ അനേകം ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2012 അദ്ദേഹം അന്തരിച്ചു. ദീപശിഖ, നാട്ടുവെളിച്ചം, കുലപതികൾ, കവികൾ പാടിയതും പാടാത്തതും, അന്വേഷണ ബുദ്ധിയുടെ കാൽപ്പാടുകൾ, നാട്ടുവഴിയിലെ വെള്ളി നക്ഷത്രങ്ങൾ, പലതുള്ളി എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് പടയാളി, അതുപോലെ വീട്ടാക്കടം, ശ്യാമസുന്ദർ, സുഗന്ധം തുടങ്ങിയവയൊക്കെ. അപ്പോൾ അതിൽ എല്ലാ കൃതികളും നമുക്ക് പറയാൻ കഴിയും. ഒരു 3-4 നിങ്ങളതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. 2 മാർക്കിനല്ലേ ചോദിക്കുന്നത്. പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഭാഷാ പരിഷ്കരണത്തിലെ വൈകൃതങ്ങളായി പ്രൊഫസർ K ഗോപാലകൃഷ്ണൻ കാണുന്നത് എന്തെല്ലാം എന്നൂടി പറയാൻ ചോദ്യം. നമ്മുടെ ഭാഷ പരിഷ്കരിക്കുമ്പോൾ അതിൽ കാണുന്ന വൈകൃതങ്ങളായിട്ട് പ്രൊഫസർ K ഗോപാലകൃഷ്ണൻ കാണുന്നത് എന്തെല്ലാം ആണ് എന്നാണ്. ആൻസർ അപകർഷതാബോധം, പാരമ്പര്യ നിരാസത്തിലുള്ള അമിതമായ ആവേശം, അനുകരണത്തിലും മിഥ്യാപരിഷ്കാരത്തിലുമുള്ള ഭ്രമം. ഇവയെല്ലാം മലയാള ഭാഷയെയും സാഹിത്യത്തെയും വല്ലാതെ ദുഷിപ്പിച്ചു എന്നാണ് പ്രൊഫസർ K ഗോപാലകൃഷ്ണൻ പറയുന്നത്. സ്വന്തം ഭാഷയെയും സംസ്കാരത്തെയും പുച്ഛിക്കുന്നത് മേന്മയായിട്ടാണ് പലരും കരുതുന്നത്. കേരളീയ നാമങ്ങൾ പോലും ഉത്തരേന്ത്യൻ രീതിയിലാണ് എന്ന് ലേഖകൻ പറയുന്നുണ്ട്. വിളി രൂപത്തിലുള്ള തകിടം മറിച്ചിലാണ് പരദേശി പ്രിയത്തിൻ്റെ മറ്റൊരു രീതി എന്നാണ് ലേഖകൻ പറയുന്നത്. എഴുതുന്നത് പോലെ ഉച്ചരിക്കുക എന്ന സമ്പ്രദായവും ഭാഷയ്ക്ക് വിനയായിട്ടുണ്ട്. ഈയിടെ അച്ചടിയുടെയും ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയും സൗകര്യത്തിനനുസരിച്ച് ലിപി പരിഷ്കാരവും നടക്കുകയുണ്ടായി. ഈ ലേഖകൻ പറയുന്നത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ലിപി പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതായത് ഭാഷയെ ഒരുപാട് നമ്മൾ മാറ്റിമറിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അച്ചടിയിലും എഴുത്തിലും ഭാഷ ഒരേപോലെ വികലമായി എന്നും ലേഖകൻ പറയുന്നുണ്ട്. സംസ്കൃതത്തിൽ നിന്നും തത്സമമായി ഉപയോഗിക്കുന്ന ശബ്ദങ്ങളിൽ പരിക്ക് പറ്റാത്തവ വിരളമാണ്. പുതിയ പദങ്ങളും ശൈലികളും കൊണ്ട് ഭാഷയെ പരിഷ്കരിക്കാനുള്ള ശ്രമവും ഭാഷയെ വികലമാക്കുന്നുണ്ട്. ശാസ്ത്ര വിഷയങ്ങൾ മാതൃഭാഷയിൽ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നവർ സാങ്കേതിക ശബ്ദങ്ങൾക്ക് സമാന്തരമായിട്ടുള്ളവ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. ചില ഭാഷാ പരിഷ്കരണത്തിനായി ചില പുതിയ ശൈലികൾ സ്വയം കണ്ടെത്തുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനും വിശേഷണങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് മറ്റൊരു പുതിയ രീതി. അനാവശ്യമായി ബഹുവചനം ചേർക്കുക എന്നതാണ് മറ്റൊരു രീതി. അപ്പോൾ പ്രയോജനക്രിയകൾ അനവസരത്തിൽ ഉപയോഗിക്കുക എന്നത് മറ്റൊരു രീതിയാണ്. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഭാഷാശൈലിയെ ബാധിക്കുന്നതെന്ന് ലേഖകൻ കണ്ടെത്തുന്നുണ്ട്. ഇത്രയാണ് അദ്ദേഹം അതിൻ്റെ വൈരുദ്ധ്യമാക്കുന്നത് അല്ലെങ്കിൽ വിരൂപമാക്കുന്നതിലുള്ള രീതികളായിട്ട് അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഭാഷാ ശുദ്ധീകരണത്തിന് പ്രൊഫസർ K ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്തെല്ലാം. അതായത് ഭാഷയെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വികൃതമാക്കുന്നുണ്ട്. പിന്നെ അത് ശുദ്ധീകരിക്കുന്നതിന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. ആൻസർ ലിപിയുടെ സൗകര്യത്തിനനുസരിച്ച് യന്ത്ര സൗകര്യം വികസിപ്പിച്ചെടുക്കണം. പ്രാഥമിക വിദ്യാലയം തൊട്ട് തന്നെയുള്ള ഊർജിത ശ്രമത്തോടെ മാത്രമേ ഭാഷാ വൈകല്യം പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ലേഖകൻ്റെ വാദം. മാധ്യമങ്ങളുടെ ഭാഷ വെടിപ്പാക്കാനും ശ്രമപ്പെടുത്താനും പ്രസ് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ടിറങ്ങണം. അത്തരത്തിൽ അർപ്പണബോധത്തോടെ കൂട്ടായി പ്രവർത്തിക്കുകയും പ്രായോഗിക തലത്തിൽ അതിന് നിരന്തരം പരിശീലനത്തിന് ഏർപ്പാട് ഉണ്ടാക്കുകയും ചെയ്താൽ
കുറച്ചു കാലം കൊണ്ടെങ്കിലും നമുക്ക് ഭാഷയെ ശുദ്ധീകരിക്കാമെന്നാണ് ലേഖകൻ പറയുന്നത്. പുതുക്കലും വികസിപ്പിക്കലും ഒക്കെ അതോടൊപ്പം സ്വാഭാവികമായിട്ട് നടക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അതിന് ചോദിക്കാവുന്ന ഒരു എസ്സേ ചോദിക്കും. മാതൃഭാഷാ പരിഷ്കരണത്തിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഉപന്യസിക്കും. മാതൃഭാഷാ പരിഷ്കരണത്തിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഉപന്യസിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറേ വരിക കേട്ടോ, ശ്രദ്ധിക്കുക. മാതൃഭാഷയെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളും അത് പരിഹരിക്കാനുള്ള രീതികളും പ്രൊഫസർ കെ ഗോപാലകൃഷ്ണൻ തൻ്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഭാഷയിലെ ഏറ്റവും വലിയ വൈകല്യം കൃത്രിമത്വമാണ് എന്ന വള്ളത്തോളിൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹം യോജിക്കുന്നുണ്ട്. ശീലത്തിൽ എന്നാണ് ശൈലി ഉണ്ടാകുന്നത്. ശീലം മാറുമ്പോൾ ശൈലിയും മാറും. അപകർഷതാബോധം, പാരമ്പര്യ നിരാസത്തിലുള്ള അമിതമായ ആവേശം, അനുകരണത്തിലും വിദ്യാപരിഷ്കരണത്തിലുമുള്ള ഭ്രമം, ഇവയെല്ലാം മലയാള ഭാഷയെയും സാഹിത്യത്തെയും വളരെ ദുഷിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. സ്വന്തം ഭാഷയെയും സംസ്കാരത്തെയും പുച്ഛിക്കുന്നതാണ് മേന്മയായിട്ട് പലരും കരുതുന്നത്. കേരളീയ നാമങ്ങൾ പോലും ഉത്തരേന്ത്യൻ രീതിയിലായി എന്നും ലേഖകൻ പറയുന്നുണ്ട്. വെളിരൂപത്തിലുള്ള തകിടമറിച്ചിലാണ് പരദേശി പ്രിയത്തിൻ്റെ മറ്റൊരു രീതി. എഴുതുന്നത് പോലെ ഉച്ചരിക്കുക എന്ന സമ്പ്രദായവും ഭാഷയ്ക്ക് വിനയായിരിക്കുന്നു. ഉച്ചാരണവും എഴുത്തും ഒരുപോലെ വികലമായി. ഈയിടെ അച്ചടിയുടെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയും സൗകര്യത്തിനനുസരിച്ച് ലിപി പരിഷ്കരിക്കാനുള്ള ശ്രമവും നടക്കുകയുണ്ടായി എന്ന് ലേഖകൻ പറയുന്നുണ്ട്. അങ്ങനെ അച്ചടിയിലും എഴുത്തിലും ഭാഷ ഒരേപോലെ വികലമായി. അക്ഷരസംഖ്യ ചുരുങ്ങിയെങ്കിലും ഉപയോഗിക്കാൻ എണ്ണം പെരുകി. വായന അത്യന്തം ദുഷ്കരമായി. ഇംഗ്ലീഷിലെ എഫ് എന്ന അക്ഷരമാണ് തുല്യമായി മലയാളത്തിൽ ലിപിയില്ല. പകരമായിട്ട് നാം ഉപയോഗിക്കുന്ന ഫ എന്ന അക്ഷരമാണ് ഇന്ന് അക്ഷരത്തിന് മൗലികമായിട്ട് ഉച്ചാരണം നഷ്ടപ്പെട്ടുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നും അതിന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. സംസ്കൃതത്തിൽ നിന്നും തത്സമമായി ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾക്ക് പരിക്ക് പറ്റാത്തവ വളരെ വിരളമാണ്. പ്രസ്താവന എഴുതുമ്പോഴേ മനസ്സിലാവും കേട്ടോ. പ്രസ്താവന എന്നുള്ളത് പ്രസ്താവന എന്നായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ പദങ്ങളും ശൈലികളും കൊണ്ട് ഭാഷയെ പരിഷ്കരിക്കാനുള്ള ശ്രമവും ഭാഷയെ വികലമാക്കുന്നുണ്ട്. ശാസ്ത്രവിഷയങ്ങൾ മാതൃഭാഷയിൽ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നവർ സാങ്കേതിക ശബ്ദങ്ങൾക്ക് സമാന്തരങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ചിലർ ഭാഷാ പരിഷ്കരണത്തിന് വേണ്ടി ചില പുതിയ ശൈലികൾ സ്വയം കണ്ടെത്തുന്നുണ്ട്. അടിപൊളി, തകർപ്പൻ തുടങ്ങിയ വിശേഷണങ്ങൾ ചേർത്തില്ലെങ്കിൽ അവർക്ക് സുഖിക്കില്ല എന്ന് ലേഖകൻ പറയുന്നു. അർത്ഥമറിയാതെ നല്ല കാര്യങ്ങൾക്ക് മുമ്പിലും അവർ ഇത് ചേർക്കും. സ്വാഗതം ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എതിരേൽക്കുക എന്ന വാക്കിനെ പുതുക്കക്കാർ വരവേൽക്കുകയാക്കി മാറ്റി. വിതരണം എന്ന പദമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു തെറ്റ്. മിഠായി വിതരണം പോലെ അവാർഡ് വിതരണവും ധാരാളമായി. എന്തിനും വിശേഷണങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് മറ്റൊരു പുതിയ രീതി. എങ്ങനെ മരിച്ചാലും കൊല്ലപ്പെട്ടു എന്നേ എഴുതൂ എന്ന് ലേഖകൻ പറയുന്നുണ്ട്. സംരക്ഷിക്കാത്ത എന്നിടത്ത് സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെട്ട എന്നൊക്കെ പെരുപ്പിച്ചാലേ ഇന്ന് തൃപ്തിയാകൂ എന്നാണ് ലേഖകൻ്റെ വാദം. ചെലവുകൾ ക്രമീകരണങ്ങൾ എന്നിങ്ങനെ അനാവശ്യമായി ബഹുവചനം ചേർക്കുന്നതാണ് മറ്റൊരു രീതി. പഴയ കാലത്ത് ദേശഭേദം കൊണ്ട് അർത്ഥത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചായിരുന്നു വലിയ വേവലാതി. എന്നാൽ ആ കുഴപ്പത്തിന് ഇന്ന് ശമനം വന്നിട്ടുണ്ടെന്നും പത്രങ്ങളും അതുപോലെ പ്രചാരവും വർദ്ധിച്ചു വരുന്ന ജനസമ്പർക്കവുമാവാം ഇതിന് കാരണമെന്നാണ് ലേഖകൻ പറയുന്നത്. എന്നാൽ ശൈലിയുടെ കാര്യത്തിൽ അബദ്ധപ്രയോഗങ്ങൾ ധാരാളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പ്രായോഗികതയുടെ അനവസര പ്രയോഗമാണ് അതിലൊന്ന്. വാങ്ങുക എന്നത് വാങ്ങിക്കുക ആയി. യെസ് എന്നതിന് പകരം അതേ ആണ് തുടങ്ങിയ പ്രതികരണങ്ങൾക്ക് പകരം ഉവ്വ് എന്ന് പ്രയോഗിക്കുന്ന ശീലവും പ്രാദേശികത വിട്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമിക വിദ്യാലയം തൊട്ട് തന്നെയുള്ള ഊർജിത ശ്രമത്തോടെ മാത്രമേ ഭാഷാ വൈകല്യം പരിഹരിക്കാൻ സാധ്യമാകൂ അല്ലെങ്കിൽ കഴിയൂ എന്നും അദ്ദേഹം വാദിക്കുന്നു. മാധ്യമങ്ങളുടെ ഭാഷ വെടിപ്പാക്കാനും ക്രമപ്പെടുത്താനും അതുപോലെ പ്രസ് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങണം. അത്തരത്തിൽ അർപ്പണബോധത്തോടു കൂടിയ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ പ്രായോഗിക പ്രവർത്തനത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ നമ്മുടെ ഭാഷയെ പരിഷ്കരിക്കാനാകൂ എന്നും ലേഖകൻ പറയുന്നുണ്ട്. പുതുക്കലും വികസിപ്പിക്കലും അതോടൊപ്പം സ്വാഭാവികമായിട്ടും നടക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഭാഷാശൈലിയിലും ബാധിക്കുന്നത് എന്ന് ലേഖകൻ അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വികലതകളുണ്ട് ഭാഷയ്ക്ക്. അതെല്ലാം പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂട്ടിച്ചേർത്തിട്ട് എസ്സേ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി മറ്റ് അതിൽ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലെ 6ാമത്തെ യൂണിറ്റ് ലാസ്റ്റ് യൂണിറ്റ് ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ 6ാമത്തെ യൂണിറ്റ് ആരുടേതാണ്? അക്ഷരത്തെറ്റുകൾ എന്ന പന്മന രാമചന്ദ്രൻ്റെ ലേഖനമാണ് കേട്ടോ. പന്മന രാമചന്ദ്രനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക എന്നാണ് 2 മാർക്കിന് ചോദിക്കുന്നത്. അതിൽ ആൻസർ: ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനും അധ്യാപകനുമായിരുന്നു പന്മന രാമചന്ദ്രൻ നായർ. തെറ്റില്ലാതെ മലയാള ഭാഷ ഉച്ചരിക്കാനും എഴുതാനും മലയാളികളെ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ശ്രദ്ധ നേടി.
തെറ്റില്ലാത്ത തെളിച്ചമുള്ള മലയാളം കേരളീയർക്ക് നൽകാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചിരുന്നു. മലയാളം അറിയുക എന്നാൽ എഴുതാനും വായിക്കാനും അറിയുക മാത്രമല്ല, തെറ്റില്ലാത്ത ശുദ്ധമായ രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുക എന്നതുകൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ പറഞ്ഞാലും ആശയം വ്യക്തമായാൽ മതിയല്ലോ എന്ന ധാരണ തെറ്റാണെന്നും ആളുകൾക്ക് ശുദ്ധഭാഷാ പ്രയോഗം ലക്ഷ്യമായി പന്മന പല കൃതികളും രചിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ അനേകം പ്രശംസയും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തെറ്റില്ലാത്ത മലയാളം, നല്ല ഭാഷ, ശുദ്ധ മലയാളം, തെറ്റും ശരിയും, സ്മൃതി ലേഖനങ്ങൾ, മഴവില്ല്, ഊഞ്ഞാല്, പൂന്തേൻ തുടങ്ങിയ ഒരുപാട് ലിഖിതങ്ങൾ, എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ 5 മാർക്കിന് ചോദിക്കാൻ തെറ്റ് തിരുത്താനുള്ള കുറേ അക്ഷരങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പുസ്തകം തന്നെ നോക്കി വായിക്കുക തന്നെ വേണ്ടി വരും കേട്ടോ. അത്രയാണ്. അതിൽ നിന്ന് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ മൊത്തത്തിൽ. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ബ്ലോക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ ബ്ലോക്കായിട്ട് വരാം. ഇതിൽ കിട്ടിയതൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക്സ്.